ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് കക്കയിറച്ചി എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് നോക്കാം അല്ലേ. നല്ല അടിപൊളി വിഭവമാണല്ലോ കക്കയിറച്ചി. എല്ലാവരും കൂട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളി ടേസ്റ്റിയാണ്. അപ്പൊ നമുക്ക് ഇന്ന് എങ്ങനെയാണ് കക്കയിറച്ചി ഫ്രൈ ആക്കുന്നത് നോക്കാം അല്ലേ. അപ്പൊ അതിനായിട്ട് ഞാൻ കുറച്ച് കക്കയിറച്ചി കഴുകി ക്ലീൻ ആക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ. അതിനായിട്ടൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഒരു സ്പൂൺ മുളക് പൊടിയും എല്ലാം കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. കുക്കറിലിട്ട് ഒരു ശകലം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 2-3 വിസിലടിച്ചാൽ മതി. വിസിലടിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതായത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കക്കയിറച്ചി ഒന്ന് ആദ്യം വേവിച്ചെടുക്കണം. ഇനി ഞാൻ ഒരു അരമുറി തേങ്ങ ഒന്ന് കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ തേങ്ങ നിങ്ങളുടെ അളവനുസരിച്ച് എടുത്തോ. പിന്നെ ഒരു 4 സവോള, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും, ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിൽ ഇത്രയും നിങ്ങളുടെ ആ സവോളയൊക്കെ കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കൊരു പാൻ അടുപ്പ് വെച്ച് കടുക് പൊട്ടിച്ച് നമുക്ക് ആ ഒരു തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഞാൻ അതിനിടയ്ക്ക് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. സവോള, ഇഞ്ചിയും പച്ചമുളകൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ തേങ്ങയിലേക്ക് നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാം. അതും കൂടെ കൂട്ടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ലൊരു ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനായിട്ട് കുറച്ച് ഉപ്പിടുവാണ് വേഗം വഴണ്ട് കിട്ടും കേട്ടോ. അതാണ് ഞാൻ കുറച്ച് ഉപ്പിടുന്നത്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് മൂടി വെക്കുന്നത് നല്ല, ഉപ്പിടുന്നത് നല്ലതാണ്, വേഗം വഴണ്ട് കിട്ടും കേട്ടോ. അങ്ങനെ സവോള വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. തക്കാളി അരിഞ്ഞൂടെ ഇട്ട് കൊടുക്കാം. ഇനി തക്കാളിയും കൂടെ ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് ബാക്കി ചേരുവയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളിയും വഴണ്ടി കിട്ടി, മൊത്തം എല്ലാം വഴണ്ടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇടാം. കുറച്ച് മല്ലിപ്പൊടി, മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലപ്പൊടി ഏതാണെന്ന് വെച്ചാൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതെല്ലാം ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ കക്കയിറച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം. കക്കയിറച്ചിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അതിലേക്കൊരു ഇതിന് ബാലൻസ് ഒന്നിരിക്കുന്ന വെള്ളമാണ് ഞാൻ ഒഴിച്ച് കുക്കറിൽ എടുത്തപ്പം കേട്ടോ. എന്നിട്ട് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കുരുമുളക് പൊടി ഇടാം. ഈ എരിവൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർക്കാവുള്ളൂ കേട്ടോ. എനിക്ക് നല്ല എരിവ് വേണം, അതാണ് ഞാൻ നന്നായിട്ട് എരിവൊക്കെ ചേർക്കുന്നത്. അപ്പൊ നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. കുറച്ചു നേരം ഒന്ന് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് അതൊന്ന് വഴറ്റി നന്നായിട്ട് എടുക്കണം കേട്ടോ. ഫ്രൈ ആക്കി എടുക്കണം. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. വേണ്ടത് കക്കയിറച്ചി ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള കക്കയിറച്ചി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. അപ്പം ഇതേ കക്കയിറച്ചി ഫ്രൈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.